എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററിലെ 5ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ തുടർച്ചയായ n നാച്ചുറൽ നമ്പറിന്റെ സം കാണാനുള്ള ഫോർമുലയൊക്കെ ഡിറൈവ് ചെയ്തിരുന്നു. ഒന്നുപോലെ തുടർച്ചയായ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ n × n+1/2 തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്, ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ n ടേംസിന്റെ സം എങ്ങനെ കണ്ടെത്തും എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഇപ്പോൾ ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ കണ്ടോ 2, 4, 6 ടേംസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 4, 3, 7, 7, 3, 10, 10, 3, 13, 13, 3, 16, 16, 3, 19. അങ്ങനെ 3 കോമൺ ഡിഫറൻസ് ഉള്ള 6 ടേംസ് ആണ് ഉള്ള ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ സം കണ്ടുപിടിക്കണം വിചാരിക്കുക. നമുക്ക് അവിടെ അരിത്തമാറ്റിക് അവിടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിച്ചപ്പോൾ ചെയ്തതുപോലെ ഫസ്റ്റും ലാസ്റ്റും കൂടി ആഡ് ചെയ്ത് നോക്കാം. 19, 4, 23, 16, 7, 23, 13, 10, 23. അതായത് പെയർ വൈസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അത് 23 ആണ്. സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ലാസ്റ്റ് അതും 23 ആണ്. തേർഡ് ടേം പ്ലസ് തേർഡ് ലാസ്റ്റ് അതും 23 ആണ്. അപ്പൊ 6 ടേം ഉണ്ടെങ്കിൽ 6/2, അതായത് 3 പെയേഴ്സ് ഉണ്ട്. ഒരു പെയറിന്റെ സം 23. അപ്പോ സം ഓഫ് 6 ടേംസ് എന്ന് പറയുന്നത് 6/2 × 23, അതായത് 6/2 × 4 + 19. അതായത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആഡ് ചെയ്തിട്ട് അതിന്റെ നമ്പർ ഓഫ് ടേംസിന്റെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 2 വീതം എടുക്കുമ്പോൾ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് ബൈ 2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അപ്പോൾ 69 എന്ന ആൻസർ കിട്ടി. ക്ലിയർ ആയോ? വേറെ എടുത്ത് നോക്കാം. ഇത് എത്ര ടേം ഉണ്ട്? 2, 4, 6, 8 ടേം ഉള്ള ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഫസ്റ്റ് ടേം 1 ആണ്. കോമൺ ഡിഫറൻസ് 5 ആണ്. 5 വീതം കൊടുക്കുന്നു. 5, 6, 6, 5, 11, 11, 5, 16, 16, 5, 21. 5 വീതം കൂട്ടി പോകുന്ന ഒരു സീക്വൻസ് ആണ്. ഇവിടെ നമുക്ക് പെയർ വൈസ് എടുക്കാം. ഫസ്റ്റും ലാസ്റ്റും ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് 37. സെക്കൻഡും സെക്കൻഡ് ലാസ്റ്റും വരുമ്പോഴോ അതും 37. തേർഡും തേർഡ് ലാസ്റ്റും വരുമ്പോഴും അതും 37. ഫോർത്ത് ലാസ്റ്റും വരുമ്പോൾ അതും 37. അപ്പോ 37 വീതം വരുന്ന 4 പെയർ ഉണ്ടാവും. 8 ടേംസ് ഉണ്ടെന്ന് പറയുമ്പോൾ 8/2 പെയേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ചെയ്ത പോലെ ചെയ്താൽ 8/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, അതായത് 1 + 36, 37. അപ്പൊ 8/2, അതായത് നമ്പർ ഓഫ് ടേംസ് ബൈ 2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അപ്പോൾ 4 × 37, 148. വേറെ ഒരു സീക്വൻസ് നോക്കാം. എത്ര ടേം ഉണ്ട്? 2, 4, 6, 8, 10 ടേം ഉണ്ട്. അപ്പൊ 2 വീതം എടുക്കാം. ഫസ്റ്റും ലാസ്റ്റും 38ഉം 2, 40 അല്ലെ? 40 ആണ് ഫസ്റ്റും ലാസ്റ്റും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത്. അങ്ങനെ എത്ര എണ്ണം ഉണ്ടാവും? ആകെ 10 ടേം ഉണ്ട്. അപ്പൊ 10/2 5 പെയർ ഉണ്ടാവും. അപ്പൊ 10/2 നമ്പർ ഓഫ് ടേംസ് ബൈ 2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. കാരണം എല്ലാ പെയറിന്റെ സമ്മി ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേമിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ 2 + 38 × 10/2, അതായത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 200 എന്ന് കിട്ടും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. അപ്പൊ ഇത് വെച്ച് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കി. x1 + x2 + x3 + etc. + xn n ടേംസിന്റെ ഒരു സംഭവമാകുമ്പോ അത് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേമിനെ n/2, അതായത് നമ്പർ ഓഫ് ടേംസ് ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് n/2. n ടേംസ് ഉണ്ട്, n/2 പെയർ ഉണ്ടാവും. ഒരു പെയറിന്റെ സം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, അതായത് x1 + xn ആണ്. അപ്പൊ n/2 × x1 + xn ആണ് സം ഓഫ് n ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സം ഓഫ് n ടേംസ് ഓഫ് എനി അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് n/2 × x1 + xn, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം × n/2. അതായത് സം ഓഫ് ദി കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് half the product of the sum of first and last by the number of terms. അതായത് നമ്പർ ഓഫ് ടേംസിനെ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ഹാഫ് ദി പ്രോഡക്റ്റ് ഓഫ് സം ഓഫ് ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം ആൻഡ് നമ്പർ ഓഫ് ടേംസ്, അതായത് n/2 × x1 + x. ഇത് തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ ആൾജിബ്രിക് ഫോം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് ഓൾവേസ് ഇൻ ദി ഫോം an + b എന്ന് പറഞ്ഞിരുന്നു അല്ലെ? n ഉള്ള ഒരു ടേമും n ഇല്ലാത്ത ഒരു ടേമും, അതായത് നാച്ചുറൽ നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മറ്റൊരു നമ്പർ ആഡ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും
ഏതൊരു അരിത്തമാറ്റിക് സീക്വൻസിന്റെയും nth ടേം ആൾജിബ്രിക് ഫോം. അപ്പൊ xn a ഇൻറ്റു n പ്ലസ് ബി ആണെങ്കിൽ x1 എന്ത് വരും? a ഇൻറ്റു 1 പ്ലസ് ബി. x1 എന്ന് പറയുന്നത് എന്നിന്റെ സ്ഥാനത്ത് 1, അപ്പൊ a ഇൻറ്റു 1 പ്ലസ് ബി, അപ്പൊ അതായത് a പ്ലസ് ബി. ഇനി x2 എന്ന് പറയുന്നോ എന്നിന്റെ സ്ഥാനത്ത് 2 ആണ്, അപ്പൊ ഇവിടെ 2 കൊടുക്കണം, a ഇൻറ്റു 2 പ്ലസ് ബി. തേർഡ് ടേം x3 ആകുമ്പോഴോ a ഇൻറ്റു 3 പ്ലസ് ബി എക്സെട്ര അങ്ങനെ പോയി xn ആകുമ്പോൾ a ഇൻറ്റു n പ്ലസ് ബി. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി സം വരുമ്പോഴത്തെ വരും നോക്കിയേ, x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര പ്ലസ് xn എന്ന് പറയുന്നത്, ഇതിന്റെ എല്ലാ സം എന്ന് പറയുന്നത് a ഇൻറ്റു 1 പ്ലസ് a ഇൻറ്റു 1 പ്ലസ് ബി പ്ലസ് a ഇൻറ്റു 2 പ്ലസ് ബി പ്ലസ് a ഇൻറ്റു 3 പ്ലസ് ബി പ്ലസ് എക്സെട്ര a ഇൻറ്റു n പ്ലസ് ബി. അത് നമുക്ക് അത് a ഇൻറ്റു 1 പ്ലസ് a ഇൻറ്റു 2 പ്ലസ് a ഇൻറ്റു 3 പ്ലസ് എക്സെട്ര a ഇൻറ്റു n ഒന്നിച്ചെടുക്കാം. അപ്പോൾ a ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര ഇൻറ്റു n എന്ന് എഴുതാം. അതുപോലെ തന്നെ ബി എത്രയാണോ ഉണ്ട്, n ടേംസ് ഉണ്ടെങ്കിൽ n ബി ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ സം എന്ന് പറയുന്നത് a ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n ഒരെണ്ണം പ്ലസ് ബി ഉള്ള ടേം അതുപോലെ n ടേംസ് ഉണ്ടാവും, 1 2 3 അങ്ങനെ n xn ആണ്. 1 2 3 4 n വരെ വരുമ്പോൾ ബിയും n ടൈംസ് ഉണ്ട്. അപ്പോൾ ബി പ്ലസ് ബി പ്ലസ് ബി പ്ലസ് എക്സെട്ര ബി n ടൈംസ് വരുമ്പോൾ n ബി ആയിരിക്കും അല്ലെ. ബി 2 പ്രാവശ്യം കൂട്ടിയാൽ 2 ബി, 3 പ്രാവശ്യം കൂട്ടിയാൽ 3 ബി, 4 പ്രാവശ്യം കൂട്ടിയാൽ 4 ബി, അപ്പൊ n പ്രാവശ്യം കൂട്ടിയാൽ n ബി. അപ്പൊ a ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n ബി എന്ന് കിട്ടി. ഇത് നമുക്കറിയാം സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. അപ്പൊ ഇത് നമുക്ക് എന്ത് എഴുതാം, a ഇൻറ്റു ഹാഫ് n ഇൻറ്റു n പ്ലസ് 1, n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 എന്നോ അല്ലെങ്കിൽ ഹാഫ് n ഇൻറ്റു n പ്ലസ് 1 എന്ന് എഴുതാം, പ്ലസ് n ബി എന്ന് എഴുതാം. അപ്പോൾ അതിനെ ഒന്ന് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ എഴുതാം, ഹാഫ് an ഇൻറ്റു n പ്ലസ് 1 പ്ലസ് n ബി. അപ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര പ്ലസ് xn ഈസ് ഈക്വൽ ടു ഹാഫ് an ഇൻറ്റു n പ്ലസ് 1 പ്ലസ് n ബി. സം ഓഫ് n ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഇതുപോലെയും കണ്ടുപിടിക്കുക. അതായത് an പ്ലസ് ബി ആണ് ആൾജിബ്രിക് ഫോം എങ്കിൽ ഹാഫ് an ഇൻറ്റു n പ്ലസ് 1 പ്ലസ് n ബി എന്ന് പറയുന്ന സം ഓഫ് n ടേംസ് ആണ്. ഓക്കെ, അപ്പോ സം ഓഫ് n ടേംസ് ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് ഹാഫ് an ഇൻറ്റു n പ്ലസ് 1 പ്ലസ് n ബി. അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ്. ഇതിന്റെ സം ഓഫ് ഫസ്റ്റ് n ടേംസ് കണ്ടുപിടിക്കണം. ഇപ്പൊ ഫസ്റ്റ് ടേം അറിയാം 2, കോമൺ ഡിഫറൻസ് എത്രയാ 5 മൈനസ് 2 3. അപ്പോ xn ഇതിന്റെ n ബൈ 2 ഇൻറ്റു x1 പ്ലസ് xn ആണ് സം ഓഫ് n ടേംസ്. x1 അറിയാം, xn കണ്ടുപിടിക്കാം. xn എന്ന് പറയുന്നത് dn പ്ലസ് f മൈനസ് d നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ d നമുക്കറിയാം 3, f അറിയാം 2, അപ്പൊ dn പ്ലസ് f മൈനസ് d എന്ന് പറയുമ്പോൾ 3n പ്ലസ് 2 മൈനസ് 3. അപ്പോ 3n പ്ലസ് 2 മൈനസ് 3, 2 മൈനസ് 3 എന്ന് പറഞ്ഞാൽ സ്മോളർ മൈനസ് ഗ്രേറ്റർ ആകുമ്പോൾ നെഗറ്റീവ് വരും. ഇപ്പൊ 2 മൈനസ് 3 നെഗറ്റീവ് 1. അപ്പൊ 3n മൈനസ് 1 ആണ് xn ആൾജിബ്രിക് ഫോം, അതാണ് xn എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ടേം ഇത്, ഫസ്റ്റ് ടേം x1 എന്ന് പറഞ്ഞ 2. അപ്പൊ സം കാണാനുള്ള ഫോർമുല സം ഈസ് ഈക്വൽ ടു n ബൈ 2 ഇൻറ്റു x1 പ്ലസ് xn. അവിടെ n ബൈ 2 ഇൻറ്റു x1ന്റെ സ്ഥാനത്ത് 2 കൊടുക്കാം, xn നമ്മളിപ്പോ കണ്ടുപിടിച്ചു 3n മൈനസ് 1. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. n ബൈ 2 ഇൻറ്റു n ഉള്ള ടേം ആദ്യം എഴുതി 3n, 2 മൈനസ് 1 എന്ന് പറയുന്നത് 2ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യാം. n ഇല്ലാത്ത ടേംസ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 2 മൈനസ് 1 എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് 1 ആണ്. അപ്പൊ n ബൈ 2 ഇൻറ്റു 3n പ്ലസ് 1. അത് വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് ചെയ്യാം, n ബൈ 2 ഇൻറ്റു 3n പ്ലസ് n ബൈ 2 ഇൻറ്റു 1. അപ്പൊ n ബൈ 2 ഇൻറ്റു 3n 3 ബൈ 2 n സ്ക്വയർ, കോഎഫിഷ്യന്റ് ആദ്യം എഴുതാം, 3 ബൈ 2 ഇൻറ്റു n സ്ക്വയർ, n ഇൻറ്റു n സ്ക്വയർ പ്ലസ് n ബൈ 2 ഇൻറ്റു 1 ഹാഫ് n എഴുതാം. അപ്പോൾ 3 by 2 n square plus half n ആണ് sum of n terms of the arithmetic sequence 2, 5, 8, etc. 3 by 2 n square plus half n. Okay. വേറൊരു എക്സാമ്പിൾ നോക്കാം. b 3, 7, 11, etc. ഇതിന്റെ സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ടേം 3 ആണ്, കോമൺ ഡിഫറൻസ് 7 മൈനസ് 3 4. അപ്പോൾ ഫസ്റ്റ് ടേം അറിയാം, കോമൺ ഡിഫറൻസ് അറിയാം, സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കണമെങ്കിൽ n ബൈ 2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. അപ്പൊ xn കണ്ടുപിടിക്കണം. xn കാണാനുള്ള ഫോർമുല dn പ്ലസ് f മൈനസ് d ആണ്. അപ്പൊ d എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 4n
ഡിയുടെ സ്ഥാനത്ത് 4n പ്ലസ് എഫ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 3 മൈനസ് 4. അപ്പൊ 3 മൈനസ് 4 എന്ന് പറയുന്നത് -1. അപ്പൊ 4n മൈനസ് 1 അത് ഓൾജിബ്രിക് ഫോം ഓർ nth ടേം. അപ്പൊ സം ഓഫ് n ടേംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമുല ഇതാണ് n/2 ഇൻറ്റു x1 പ്ലസ് xn. അപ്പൊ n/2 ഇൻറ്റു x1 എന്ന് പറയുന്നത് 3 ആണ്. xn എന്ന് പറയുന്നത് ഇവിടെ കണ്ടുപിടിച്ചു നമ്മൾ 4n മൈനസ് 1. അപ്പൊ n/2 ഇൻറ്റു 3 പ്ലസ് 4n മൈനസ് 1. അപ്പോൾ 3 പ്ലസ് 4n മൈനസ് 1 എന്ന് പറയുമ്പോൾ n/2 ഇൻറ്റു 4n ആദ്യം എഴുതാം. 3 മൈനസ് 1 ഇത് 3 മൈനസ് 1 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പ്ലസ് 2 എന്ന് വരും. അപ്പോൾ എന്ത് കിട്ടി? n/2 ഇൻറ്റു 4n പ്ലസ് 2. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ n/2 ഇൻറ്റു 4n പ്ലസ് n/2 ഇൻറ്റു 2 ഇത് കിട്ടി. n/2 ഇൻറ്റു 4n എന്ന് പറയുമ്പോൾ 4/2 2 ആണ്. അപ്പോൾ 2n സ്ക്വയർ പ്ലസ് n/2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ക്യാൻസൽ ചെയ്യും, ബാക്കി n. അപ്പൊ 2n സ്ക്വയർ പ്ലസ് n എന്ന് പറയുന്നതാണ് സം ഓഫ് n ടേംസ് ഓഫ് ദി സീക്വൻസ്. 2, 10, 18, 26 എക്സെട്ര എന്ന സീക്വൻസിന്റെ സം ഓഫ് n ടേംസ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് ടൈം 2 ആണ്. കോമൺ ഡിഫറൻസോ 10 മൈനസ് 2 6 8. അപ്പൊ 8 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാം. xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. d എന്ന് പറയുന്നത് 8. അപ്പൊ 8n പ്ലസ് f എന്ന് പറയുന്നത് 2. 2 മൈനസ് 8. 2 മൈനസ് 8 എന്ന് പറയുമ്പോൾ -6 ആണ്. അപ്പൊ 8n മൈനസ് 6 ആണ് ഇതിന്റെ ഓൾജിബ്രിക് ഫോം nth ടേം. ഇനി സം കാണണമെങ്കിലോ n/2 ഇൻറ്റു x1 പ്ലസ് xn. അതായത് സം ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 എന്ന് പറയുന്നത് 2 ആണ്. പ്ലസ് xn കണ്ടുപിടിച്ചു 8 മൈനസ് 6. 8n മൈനസ് 6. അപ്പൊ എന്ത് കിട്ടി? n/2 ഇൻറ്റു 8n ആദ്യം എഴുതി. 2 മൈനസ് 6 എന്ന് പറഞ്ഞാൽ -4. അപ്പൊ 8n മൈനസ് 4. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴോ n/2 ഇൻറ്റു 8n മൈനസ് n/2 ഇൻറ്റു 4. അപ്പൊ n/2 ഇൻറ്റു 8n എന്ന് പറയുമ്പോൾ 8/2 4 ആണ്. അപ്പൊ 4n സ്ക്വയർ. ഇവിടെ n/2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4n/2 അതായത് 2n. അപ്പൊ 4n സ്ക്വയർ മൈനസ് 2n എന്ന് പറയുന്നതാണ് സം ഓഫ് n ടേംസ് ഓഫ് ദി സീക്വൻസ് 2, 10, 18 എക്സെട്ര. ക്ലിയർ ആയ പറഞ്ഞത്? വേറൊരു എക്സാമ്പിൾ. ഇപ്പൊ 3 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതെല്ലാം ഒന്ന് ടേബിൾ പോലെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിയേ, ഫസ്റ്റ് സീക്വൻസ് 2, 5, 8 എക്സെട്ര ആയിരുന്നു. അതിന്റെ സം ഓഫ് n ടേംസ് വന്നത് 3/2 n സ്ക്വയർ പ്ലസ് 1/2n. സെക്കൻഡ് സീക്വൻസ് 3, 7, 11 എക്സെട്ര ആയിരുന്നു. അതിന്റെ സം ഓഫ് n ടേംസ് 2n സ്ക്വയർ പ്ലസ് 1n. തേർഡ് സീക്വൻസിന്റെ സം ഓഫ് n ടേംസ് 4n സ്ക്വയർ പ്ലസ് മൈനസ് 2n. 4n സ്ക്വയർ മൈനസ് 2n എന്ന് പറഞ്ഞാൽ 4n സ്ക്വയർ പ്ലസ് മൈനസ് 2n. ഇതിന്റെ ഒക്കെ ഒരു കോമൺ ഫോം ഒന്ന് നോക്കിയേ. n സ്ക്വയർ ഉള്ള ഒരു ടീമും n ഉള്ള ഒരു ടീമും അത് തമ്മിൽ ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോ ഈ സം ഓഫ് n ടേംസിന്റെ ഒരു ജനറൽ രൂപം എന്ന് പറയുന്നത് Pn സ്ക്വയർ പ്ലസ് Qn എന്ന രൂപത്തിലായിരിക്കും. അതായത് n സ്ക്വയർ നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയറിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നാച്ചുറൽ നമ്പറിന്റെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തമ്മിൽ ആഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ Pn സ്ക്വയർ പ്ലസ് Qn എന്നതാണ് സം ഓഫ് n ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം. ഈ രൂപത്തിൽ എപ്പോഴും സം ഓഫ് n ടേംസ് വരും. ഇതിന്റെ അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ സം ഓഫ് n ടേംസ് ഈസ് ഓൾവേസ് ഇൻ ദി ഫോം Pn സ്ക്വയർ പ്ലസ് Qn സ്ക്വയർ. n സ്ക്വയർ ഉള്ള ഒരു ടേമും n ഉള്ള ഒരു ടേമും. അതില് നോക്കുക, സം ഓൾജിബ്രിക് ഫോം ഓഫ് സം ഓഫ് n ടേംസ് ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് ഓഫ് ദി ഫോം Pn സ്ക്വയർ പ്ലസ് Qn. അവിടെ നമുക്ക് d എന്ന് പറയുന്നത് നോക്കിക്കേ, 3. ഇവിടെ 3/2 ആണ് n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്. ഇവിടെ 4/2 ആണ് 2. ഇവിടെ കോമൺ ഡിഫറൻസ് 8 ആണ്. 8ന്റെ ഹാഫ് 4 ആണ് n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്. കേട്ടോ? അപ്പൊ എപ്പോഴും ഈ പിയുടെ സ്ഥാനത്ത് വരുന്നത് Pn സ്ക്വയർ പ്ലസ് Qn എന്ന് പറയുന്നതാണ് സം ഓഫ് n ടേംസിന്റെ ജനറൽ ഫോം. അവിടെ p എപ്പോഴും ഡിയുടെ ഹാഫ് ആയിരിക്കും. d/2 എന്ന് പറയുന്നതാണ് p. അതുപോലെ ഫസ്റ്റ് ടേം എപ്പോഴും കണ്ടോ, അവിടെ 3/2 1/2 കൂടി ആഡ് ചെയ്താൽ 4/2 ദാറ്റ് ഈസ് 2. 2ഉം 1ഉം കൂടി ആഡ് ചെയ്താൽ 3. 4ഉം മൈനസ് 2ഉം കൂടി ആഡ് ചെയ്താൽ 2. അതായത് കോഎഫിഷ്യൻസിന്റെ സം എപ്പോഴും ഫസ്റ്റ് ടേം ആയിരിക്കും. അപ്പോൾ സം ഓഫ് n ടേംസ് ഓൾവേസ് ഇൻ ദി ഫോം Pn സ്ക്വയർ പ്ലസ് Qn ആൻഡ് p സെയിം ആസ് d/2 ആൻഡ് p പ്ലസ് q ഈസ് ദി ഫസ്റ്റ് ടേം f. അപ്പോൾ സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കുന്ന രീതി സം ഓഫ് n ടേംസ് അരിത്തമാറ്റിക് സീക്വൻസിൽ സം ഓഫ് n ടേംസ് n/2 x1 പ്ലസ് xn ആണ്. അത് വെച്ച് സം ഓഫ് n ടേംസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ജനറൽ ഫോം ഉണ്ട്. അത് Pn സ്ക്വയർ പ്ലസ് Qn എന്ന രൂപത്തിലാണ്.
അവിടെ പി എന്ന് പറയുന്നത് d/2 ഈക്വൽ ആണ്, P+Q എന്ന് പറയുന്നത് എഫിന് ഈക്വൽ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.